നമസ്കാരം. ദേവൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രദർശനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ 2025 പൂയം നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങൾ വിവരിക്കുന്നു. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് കടക്കാം. നക്ഷത്രങ്ങളിൽ വച്ച് ശ്രേഷ്ഠമായ നക്ഷത്രം എന്നറിയപ്പെടുന്ന പൂയനാളിൻ്റെ രാശ്യാധിപൻ ചന്ദ്രനും നക്ഷത്രാധിപൻ ശനിയുമാണ്. ഈ നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങളിലും യോജിച്ചതാണ്. ഈ നാളിൽ ജനിക്കുന്നവർ പ്രസന്നമായ മുഖത്തോടു കൂടിയവരും വിദ്യയും ധനവുമുള്ളവരും ധാർമ്മിക കാര്യങ്ങളിലും ശാസ്ത്ര കാര്യങ്ങളിലും തൽപരരും പൊതുവിജ്ഞാനമുള്ളവരുമായിരിക്കും. ഏകാന്തത ഇഷ്ടപ്പെടുന്നവരും സ്വന്തം ഗൃഹം വിട്ടുനിൽക്കാൻ ഇഷ്ടമില്ലാത്തവരും സഞ്ചാരപ്രിയരുമാണ് പൂയനാളുകാർ. ഇവർ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നേറുന്നവരുമാണ്. മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുവാനും മാറി വരുന്ന പരിതസ്ഥിതികളോട് പൊരുത്തപ്പെട്ടു പോകുവാനും പൂയ നക്ഷത്രക്കാർക്ക് അനായാസന സാധിക്കുന്നതാണ്. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളികളായിരിക്കും ഇവരുടേത്. ജീവിത പങ്കാളിയോട് അമിതമായ സ്നേഹവും വിധേയത്വവും പ്രകടിപ്പിക്കുന്നവരാണ് പൂയനാളുകാർ. 2025 ഇവർക്ക് സമഗ്രമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ്. വർഷാരംഭത്തിൽ മികച്ച നിലയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴത്തിൻ്റെ അനുഗ്രഹത്താൽ ഒട്ടേറെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. എങ്കിലും അഷ്ടമസ്ഥാനത്ത് നിൽക്കുന്ന ശനി പലപ്പോഴും ദുരിതങ്ങളെ പ്രദാനം ചെയ്യും. തൊഴിൽ രംഗത്ത് പലവിധത്തിലുമുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും തുടരുന്നതാണ്. കുടുംബജീവിതം പൊതുവെ സ്വച്ഛമാകും. മക്കളുടെ വിവാഹ സംബന്ധമായി പണം കണ്ടെത്തുന്നതിന് വേണ്ടി അശ്രാന്ത പരിശ്രമം വേണ്ടി വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. ഇൻ്റർവ്യൂകളിലും മറ്റ് മത്സര പരീക്ഷകളിലും വിജയം കൈവരിക്കും. പഠിച്ച വിഷയത്തിൽ തന്നെ ജോലി ലഭിക്കുന്നത് മാനസികമായ സംതൃപ്തി ഉണ്ടാക്കുന്നതാണ്. പഠന സംബന്ധമായോ ജോലി സംബന്ധമായോ വിദേശത്തേക്ക് പോകും. അനാവശ്യമായ ചിന്തകളും ആകുലതകളും ഇടയ്ക്കിടെ അലട്ടിക്കൊണ്ടിരിക്കും. ക്ലേശങ്ങളൊക്കെ താരതമ്യേന അധികരിച്ചു വരും. ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും തങ്ങളുടെ ആശയങ്ങളെ വിജയപഥത്തിലെത്തിക്കുവാൻ സാധിക്കും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതലായി ഏർപ്പെടുന്നതിലൂടെ മനസ്സിന് സന്തോഷം കൈവരും. വർഷമധ്യത്തോടെ കർമ്മരംഗം മെച്ചപ്പെടുകയും ധനവരവ് വർദ്ധിക്കുകയും ചെയ്യും. കടങ്ങൾ വീട്ടുവാനും സമ്പാദ്യം വിപുലമാക്കുവാനും 2025 പൂയനാളുകാർക്ക് സാധിക്കും. പണത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകളിലൂടെ ധനനഷ്ടം വന്നു ചേരാമെന്നതിനാൽ പണം കടം കൊടുക്കുകയും ജാമ്യം നിൽക്കുകയും ചെയ്യുന്നതൊക്കെ കഴിവതും ഒഴിവാക്കുക. ആരോഗ്യം പൊതുവെ തൃപ്തികരമാകുമെങ്കിലും നേത്ര സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സ ആവശ്യമായി വരും. അവിവാഹിതർക്ക് മംഗല്യഭാഗ്യവും അതുപോലെ തന്നെ പുനർവിവാഹവും സാധ്യമാകുന്നതാണ്. അലസതയും ഉദാസീനതയും ഒക്കെ മാറ്റിവെച്ച് പ്രവർത്തിക്കുന്നതിലൂടെ തൊഴിൽ മേഖലയിൽ മാറ്റങ്ങളുണ്ടാകും. നേരാവണ്ണം ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ എല്ലാ കാര്യങ്ങളിലും വിജയം കാണുന്നതിന് പൂയനാളുകാർക്ക് സാധിക്കുന്നതാണ്. പരാജയങ്ങളിലൊക്കെ മാനസികമായി തളരാതെ മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന സ്ഥലം മാറ്റത്തിന് ഈ വർഷം സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജോലിയിൽ സ്ഥാനക്കയറ്റത്തിന് യോഗമുണ്ട്. പുതിയ പുതിയ ബിസിനസ് രംഗങ്ങളൊക്കെ സംരംഭങ്ങളൊക്കെ തുടങ്ങി വെക്കുന്നതിന് സാധിക്കും. കച്ചവട രംഗത്ത് നല്ല നേട്ടങ്ങളുണ്ടാകും. ഈ വർഷം ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് സാധിക്കും.
മാർച്ച് മാറ്റത്തിലെ ശനിമാറ്റം കുറേ നല്ല ഫലങ്ങൾക്ക് കാരണമാകുന്നതാണ്. കാര്യങ്ങളിലൊക്കെ പരിചയസമ്പന്നരായവരുടെയും മുതിർന്നവരുടെയും ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ ഗുണങ്ങൾ വർദ്ധിക്കും. സന്താന ഗുണമുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ വസ്തു, വാഹനം, മറ്റ് പ്രോപ്പർട്ടികൾ എന്നിവയുടെ ഇടനില കച്ചവടത്തിലൂടെ ഇവിടെയും ഏജൻസി കച്ചവടത്തിലൂടെയുമൊക്കെ കൂടുതലായി ധനം കൈവരുന്നതാണ്. പുതിയ പുതിയ സൗഹൃദ ബന്ധങ്ങളുണ്ടാകും. പല പുതിയ കൂട്ട് കച്ചവടങ്ങളും 2025 തുടങ്ങി വെക്കും. മെയ് മാസത്തിന് ശേഷം വ്യാഴം 12ാം ഭാവത്തിലേക്ക് വരുന്നതാണ്. ചെലവുകൾ വർദ്ധിക്കും. ദൈവാധീനം താരതമ്യേന കുറഞ്ഞു വരുന്നത് അനുഭവപ്പെടും. വർഷാവസാനത്തോടെ വരുമാനത്തിലൊക്കെ നല്ല വർധന ഉണ്ടാവുകയും കൃഷിയിൽ നിന്നൊക്കെയുള്ള ലാഭം വർദ്ധിക്കുന്നതുമാണ്. സ്ത്രീകൾക്ക് ആഭരണങ്ങളും വസ്ത്രങ്ങളും ആഡംബര വസ്തുക്കളുമൊക്കെ ലഭിക്കുന്നതാണ്. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. സകുടുംബം വിനോദ തീർത്ഥാടന യാത്രകൾ നടത്തും. ഭാഗ്യദേവതകൾ ധർമ്മശാസ്താവും ദുർഗയുമായ പൂയനാളുകാർക്ക് ദോഷകരമായി പറയുന്നത് കേതു, സൂര്യൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളാണ്. ഇവർ ഹനുമാനെയും ശ്രീ മഹാദേവനെയും ശ്രീകൃഷ്ണനെയും ഭജിക്കുന്നത് ജീവിത വിജയത്തിന് നല്ലതായി പറയുന്നു. രാശിപ്രകാരം പനി, നീർദോഷം, ശ്വാസകോശ സംബന്ധിയ രോഗങ്ങൾ, ഉദരരോഗങ്ങൾ ഇവയൊക്കെ പൂയനാളുകാരിൽ സാമാന്യമായി കണ്ടുവരുന്നുണ്ട്. ഇവരുടെ ബാല്യകാലം പൊതുവെ ക്ലേശകരമായിരിക്കും. പലവിധത്തിലുമുള്ള അസുഖങ്ങളും അപകടങ്ങളും ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്നതാണ്. മധ്യകാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഏകദേശം 56 വയസ്സ് വരെ പൂയനാളുകാരുടെ ജീവിതത്തിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. പൂയനാളുകാർ അനിഴം, ഉത്രട്ടാതി, പൂയനാളുകളിൽ ക്ഷേത്രങ്ങളിൽ തൊഴുത് പ്രാർത്ഥിക്കുന്നതും മകരമാസത്തിലെ പൗർണമി നാളിൽ ദുർഗാപൂജ നടത്തുകയും ശനിയാഴ്ച തോറും അരയാൽ പ്രദർശനം നടത്തുന്നതും ഉചിതമായി പറയുന്നുണ്ട്. അടുത്ത നക്ഷത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.